ഞാൻ അന്നേ പറഞ്ഞതാ വല്ല TTCക്കും പോയാൽ മതിയെന്ന്. അപ്പൊ അവക്ക് PG കാരി ആവണം. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും. എന്ത് കിട്ടും? അല്ലെങ്കിൽ പിന്നെ പഠിക്കാതിരിക്കുക, അല്ല ടൈപ്പ് റൈറ്റിങ്ങിനോ അല്ലെങ്കിൽ പിന്നെ തുന്നൽ പഠിക്കാനോ അല്ല പോവാ. ടൈപ്പ് റൈറ്റിംഗാ? അതൊക്കെ പോയിട്ട് കാലം കുറയായി. അതെപ്പോ 25 കൊല്ലമൊക്കെ ആയിണ്ടാവും. കമ്പ്യൂട്ടർ വന്നോന്ന് അച്ഛൻ അറിഞ്ഞില്ലേ? അതല്ല ഞാൻ പറഞ്ഞ ഒരു പുള്ളന്മാർ ഉപയോഗിക്കുന്ന ഒരു ഫോൺ, തോണ്ടുന്ന ഫോൺ മേടിച്ചു തരാൻ പറഞ്ഞു. തോണ്ടുന്ന ഫോൺ ഇവിടെ കഞ്ഞി കുടിക്കാൻ വകയില്ലായിരിക്കുമ്പോഴാ തോണ്ടുന്ന ഫോൺ. അച്ഛൻ ഇത് എന്തൊക്കെ ഈ ബന്ധമില്ലാതെ പറയണ്? ഇങ്ങനെ തുണും ചാരി ഇരുന്നാൽ മതിയോ? വേറെ ഒന്നും വേണ്ട, ചെയ്യണ്ടേ? ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യൂന്നാ? പരീക്ഷ എഴുതി ഇങ്ങനെ കുത്തിയിരിക്കുക. 2 പേപ്പർ കിട്ടി, ബാക്കി കാണാനില്ല. എലി കടിച്ചു, പിന്നെ ഡീനിലവരെ വെച്ച് പൂട്ടിയേക്കാ. ഇതൊക്കെ ആരുടെ അടുത്താടി പോയി ചോദിക്കണ്ടേ? നമസ്കാരം മാഡം. നമസ്കാരം മാഡം. ഇതോടെ ചേട്ടാ. അതെ, നിങ്ങൾ പച്ചവെള്ളമാണോ കുടിക്കുന്നത്? പച്ചവെള്ളം വേണോ? അല്ല, പ്യൂരിഫൈ ചെയ്ത വെള്ളം വേണം. അതെ, ഞങ്ങൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം കുടിക്കാറുള്ളൂ. അതെ, ഇത് പറയാനാ വന്നേ? അതല്ല, പ്യൂരിഫയർ നമ്മൾ സാധാരണ വെള്ളം കുടിക്കാൻ പാടില്ല, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. അതിൽ ഒരുപാട് ബാക്ടീരിയസ് ഉണ്ട്. അതൊന്ന് പറഞ്ഞെടുത്ത് ബ്രോ. നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളത്തിൽ സോൾട്ട്, അയൺ, സ്റ്റൂൾ പാർട്ടിക്കിൾസ്. സ്റ്റൂൾ പാർട്ടിക്കിൾസ്. സ്റ്റൂളല്ല, അത് നമ്മൾ ഇത് പോലെ കീഴ്ന്ന് പോലെ. കീഴ്വായുവല്ല, കാഷ്ടം. ഓ, തീട്ടം. അങ്ങനെയും പറയാം. അതെ അതെ. അപ്പം അതൊക്കെ അടങ്ങിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, അതൊക്കെ വളരെ മോശമല്ലേ, നമ്മുടെ ശരീരത്തിനും കേടാണ്. അപ്പൊ നമ്മൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം മാത്രമേ കുടിക്കാവൂ. അപ്പോഴത്തെ ശരീരം നല്ല ആരോഗ്യത്തിലുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ പ്യൂരിഫയർ ഉണ്ടോ? ഇവിടെ ഇല്ല. അതാണ് നമ്മൾ വന്നതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഓഫറിൽ ഈ ഒരു പ്യൂരിഫയർ തരുന്നതായിരിക്കും. വീട് കയറി വിൽക്കാൻ നടക്കണവരാണല്ലേ? അങ്ങനെയും പറയാം. നിങ്ങൾ നാളെടാ? തിരുവനന്തപുരം. നമുക്ക് ഇവിടെ ഒന്നും പണ്ടപ്പാ. അതെ, അങ്ങനെ പറയല്ലേ സാർ. ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ ഇപ്പൊ അതിന്റെ കാര്യമൊന്നും ഇല്ല. അത്ര പൈസ കൊടുത്ത് ഈ സാധനം മേടിക്കണ്ടേ? മേഡം, ഇത് പ്യൂരിഫയർ വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ. വേറെ ഐറ്റംസ് ചട്ടി, കലം, പാത്രം, എല്ലാ സാധനങ്ങളും ഇപ്പൊ നാടൻ മൺചട്ടി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏതൊക്കെ മോനെ ഇവിടെ ഇതൊന്നും വേണ്ട. എന്തെങ്കിലും എടുക്കണം മേഡം, പറയരുത് പ്ലീസ്. എന്തീ പറയണ? ഇവിടെ വേണ്ടെന്ന്. ഇവിടെ ഞങ്ങള് വേറെ കുറെ പ്രശ്നത്തില. അത് എന്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കണ്ടിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. കാരണം കുറെ കഷ്ടപ്പാടി വേറെ ജോലിയൊന്നും കിട്ടാണ്ടാണോ ഈ വീട് കയറി നടക്കണേ? ജോലിയൊക്കെ നേരെ അന്വേഷിച്ചതാ, ഒന്നും കിട്ടിയില്ല. ഇവിടെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ? എന്നാ ജോലി കിട്ടും. പഠിച്ചതൊക്കെ തന്നെയാ, പക്ഷെ എന്ത് ചെയ്യാനാണ്, കുറെ അന്വേഷിച്ചേ ജോലിക്കൊക്കെ. ഡിഗ്രി ഈ നമ്മൾ എക്സാം എഴുതിയല്ലോ, ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ സമയത്ത് ഈ റിസൾട്ട് വന്നെന്ന് വെച്ചാൽ കുറെ കാലം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ 2 ഞാൻ പൊട്ടി. അയ്യോ, ഞാനും. അതെ, രണ്ടാമത് നമ്മള് എക്സാം എഴുതി, എന്നിട്ട് അതിന് കാത്തിരുന്നപ്പോഴത്തേക്ക് റിസൾട്ട് അതിന് വന്നില്ല. അത് എന്നിട്ട് അതെന്താന്ന് പോയി തിരക്കി. അവിടെ നിന്ന് തിരക്കിയപ്പോഴത്തേക്ക് അവരുടെ പകുതി പേപ്പറുകളും പശു കഴിച്ചു തീർന്നു. പിന്നെ അതിനുവേണ്ടി കംപ്ലൈന്റ് കൊടുത്തു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് 2 കൊല്ലം. അപ്പോഴത്തേക്ക് പിന്നെ വീട്ടില് പ്രശ്നമായി. കാരോൺ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിൽ എഴുതിയിട്ടിരിക്കേ ഇവളുടെ റിസൾട്ട് വന്നില്ല. ഞങ്ങളും അവിടെ തന്നെയാ. എടി കേട്ട പശു തിന്നെന്ന് അവരുടെ പേപ്പറ്. ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും മോനെ? ഇത് എവിടെ പോയാൽ കിട്ടും? നമ്മള് പോവേണ്ട അടുത്ത് എല്ലാം പോയി, ഒന്നും നടക്കാത്ത അവസാനം വീട്ടുകാർ ഇറങ്ങി പോകാൻ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പാട് കൊണ്ടാ ഈ ജോലി സെലക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എടുക്കാൻ. അതെ, അത് വിശന്നിട്ട് വയ്യാത്തോണ്ടാ. മോനെ ഒന്നും ഇല്ലാത്തോണ്ട് എന്താ പച്ചാ? എന്തെങ്കിലും ഒരു പൈസ വേണ്ടേ? പൈസ ഇല്ല മക്കളെ. എന്നാ കുറച്ച് വെള്ളം തരുമോ എനിക്ക് കുടിക്കാൻ? ഇവിടെ കിണറ് വെള്ളേ ഉള്ളൂ. അതില് നിങ്ങൾ പറഞ്ഞ ചൂളെല്ലാം ഉണ്ടാവും, അത് മതിയെങ്കിൽ തരാം. കിണർ വെള്ളമല്ലേ, പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല.